നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കോസ്മെറ്റിക് കെമിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫോർമുലേഷൻ സയൻറ്റിസ്റ്റോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു വലിയ കോസ്മെറ്റിക് കമ്പനിയിൽ ജോലി ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് സയൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ലാബ് ബൈ ഷ്യാമിലി. ആൻഡ് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും കൂടെ പഠിച്ച ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലുണ്ടായിരുന്നവരോ ആയിരിക്കും. ഇനി അതൊന്നും അല്ല, നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്നെ ഞാനൊന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷ്യാമിലി എന്നാണ്. ആൻഡ് ഇതിന് മുന്നേ ഇട്ട വീഡിയോസൊക്കെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. ഞാൻ PG കെമിസ്ട്രി ആയിരുന്നു കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കെമിസ്ട്രി ട്യൂട്ടോറിയൽസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ടീച്ചിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കൂടുതൽ ഇടാൻ തുടങ്ങി. കൂടുതലൊന്നും നല്ല, വളരെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇപ്പം ഞാൻ കോസ്മെറ്റിക് സയൻസ് ഗ്രാജുവേറ്റ് ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് UK ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോർമുലേഷൻ ടെക്നീഷ്യനായിട്ടാണ്. ആൻഡ് നമുക്കറിയാം ഭയങ്കര ഡിമാൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന സംഭവം. അത്രയധികം ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കോസ്മെറ്റിക്സും സ്കിൻ കെയർ പ്രോഡക്ട്സൊക്കെ. ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ടും ഒക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് സ്കിൻ കെയർ റൊട്ടീൻ. ഈ സ്കിൻ കെയർ റൊട്ടീനും സ്കിൻ സൈക്ലിങ്ങും നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ്, ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് പൗഡർ ഇടും, പൊട്ട് തൊടും, കണ്ണെഴുതും, സ്കൂളിൽ പോവും, തിരിച്ചു വരും, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും നമുക്കറിയില്ല. ഈ മോയ്സ്ചറൈസർ, നമ്മുടെ സീറംസ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും, സൺസ്ക്രീൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇതൊന്നും നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് എനിക്കൊരു കുറച്ചും കൂടെ ഒരു ഇത് വന്നത്. ഇപ്പം കോസ്മെറ്റിക് സയൻസ് പഠിച്ചു എന്ന് കരുതിയിട്ട് ഞാനും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഒരുപാട് സ്കിൻ കെയർ റൊട്ടീൻസ് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ചെറിയ ചെറിയ റൊട്ടീൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായപ്പോഴാണ് ഞാനും ഇതിനകത്തേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയതും ഇറങ്ങാൻ തുടങ്ങിയതൊക്കെ. അപ്പം ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയാമെന്നുള്ളത് അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലർക്ക് മാത്രമേ ചിലപ്പോൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ ഡെയിലി പ്രോഡക്ട്സ്, നമ്മൾ ഷാമ്പൂ ആണെങ്കിലും ഷവർ ജെല്ലാണെങ്കിലും അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും വെറുതെ യൂസ് ചെയ്യുന്നു, അത് ത്രോ ചെയ്യുന്നു. അല്ലാതെ നമ്മളത് ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മേടിക്കുന്നത് തന്നെ. അല്ലാതെ നമ്മൾ തന്നെ നോക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസോ, ഇന്ന ഇൻഗ്രീഡിയൻസ് ഇന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനകത്ത് ഈ മോയ്സ്ചറൈസർ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ഹ്യൂമക്റ്റൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു എലമെൻറ്റ്, അതല്ലെങ്കിൽ അതിനകത്തൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കാറില്ല. ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഇതെല്ലാം ലാബിൽ വർക്ക് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്ടം ആണ് എന്നെ കോസ്മെറ്റിക് സയൻസ് എടുക്കാനും അത് പഠിക്കാനും ഇപ്പോൾ ഉള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. ഇപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കോസ്മെറ്റിക് കെമിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫോർമുലേഷൻ സയൻറ്റിസ്റ്റോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു വലിയ കോസ്മെറ്റിക് കമ്പനിയിൽ ജോലി ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് സയൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് ഇനി ഇതൊന്നും അല്ലാതെ വീട്ടിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു ഫോർമുലേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രോഡക്റ്റ്, നിങ്ങളുടെ ഒരു ബ്രാൻഡ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇറക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോസ്മെറ്റിക് സയൻസ് നിങ്ങൾക്ക് പഠിക്കാം. ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ നമ്മുടെ സ്വന്തം വെറുതെ ഏതൊക്കെയോ ചാനൽസും ChatGPTയും ഇതൊക്കെ വായിച്ച് ജസ്റ്റ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും നോക്കാതെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതും കാണുന്നുണ്ട്. അപ്പം ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാതെ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരായ വഴിയിലൂടെ പോയിട്ട് കെമിസ്ട്രി ഒക്കെ പഠിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് പോയിട്ട് ചിലപ്പോൾ +2 കഴിഞ്ഞ് കോസ്മെറ്റിക് സയൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ബാച്ചിലേഴ്സ് ഇൻ കോസ്മെറ്റിക് സയൻസ് നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെവിടെയോ ഏതൊക്കെയോ യൂണിവേഴ്സിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ UK പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പം ഇങ്ങനെ പഠിച്ചതിന് ശേഷം മാസ്റ്റേഴ്സൊക്കെ എടുത്ത് അതിൽ കുറച്ചും കൂടെ നോളജബിൾ ആയതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ കുറച്ച് നല്ല ഉപകാരപ്രദമായിരിക്കും. നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ മാത്രമല്ലാതെ ഇതിൻ്റെ ബിഹൈൻഡ് കെമിസ്ട്രി എന്താണെന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉള്ള പിള്ളേരും ഉണ്ടാവും. അപ്പം ചില കുട്ടികളുണ്ടാവും ഇങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിലെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ നോക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ നോക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് കെമിസ്ട്രി എടുക്കുമ്പോൾ തന്നെ ആണെങ്കിലും എനിക്ക് അതിനോട് അത്രയും ഇഷ്ടം ഉണ്ടായിട്ടാണ്, ഭയങ്കര മാർക്കൊക്കെ മേടിച്ചുള്ള അങ്ങനെ ഒരാളൊന്നും അല്ല. പക്ഷേ എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ആണെങ്കിലും അവർ വേറെ ഒന്നും എടുക്കാതെ ഒന്നും കിട്ടാതെ പോയിട്ട് കെമിസ്ട്രി എടുത്തവരല്ല. മാസ്റ്റേഴ്സ്, എസ്പെഷ്യലി മാസ്റ്റേഴ്സിൽ വരുമ്പോൾ എല്ലാവരും ലാബ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. പ്രാക്ടിക്കൽസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു പരീക്ഷണങ്ങളും നമ്മുടെ ലാബും ഫോമുലേഷൻസും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ടെസ്റ്റിങ്ങും ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കോസ്മെറ്റിക് സയൻസ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനായിരിക്കും. എസ്പെഷ്യലി വെറുതെ ഏതെങ്കിലും ഒരു ഇതിൽ ഇഷ്ടപ്പെടുന്നതെന്നല്ല ഉദ്ദേശിച്ചത്. ഇതുപോലെ സ്കിൻ കെയർ, ഇപ്പം നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മോയ്സ്ചറൈസർ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് നമ്മുടെ ഉള്ളിൽ വരികയാണ്. നമുക്ക് ആഗ്രഹമുണ്ട്, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിലെ കളേഴ്സൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി കുട്ടികൾക്ക് തന്നെ, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസൊക്കെ അതൊക്കെ നോട്ടീസ് ചെയ്ത് അവരുടെ ആ ഒരു കഴിവിനെ വളർത്തിക്കൊണ്ട് വന്ന് അവർക്ക് കെമിസ്ട്രി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സൊക്കെ കെമിസ്ട്രി ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്മെറ്റിക് സയൻസ് പഠിക്കാം. ഇനിയിപ്പം വേണമെങ്കിൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാച്ചിലേഴ്സ് ഇൻ കോസ്മെറ്റിക് സയൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം അല്ലെങ്കിൽ കോസ്മെറ്റോളജി പഠിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ലിവർപൂൾ ജോൺ മൂസ് യൂണിവേഴ്സിറ്റി UK മാസ്റ്റേഴ്സ് ഇൻ കോസ്മെറ്റിക് സയൻസ് ആയിരുന്നു പഠിച്ചത്. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും വലിയ കമ്പനീസിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതായത് ഫോമുലേഷൻ ടെക്നീഷ്യനായിട്ടോ അല്ലെങ്കിൽ ഫോമുലേഷൻ സയൻറ്റിസ്റ്റ്, കോസ്മെറ്റിക് കെമിസ്റ്റായിട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് റോൾസ് ഉണ്ട്. ഇനിയിപ്പം കോസ്മെറ്റിക്സിൽ തന്നെ നമ്മൾ അതിൻ്റെ ഫോമുലേഷൻ മാത്രമല്ല, അല്ലാതെ തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലും ഉണ്ട്, റെഗുലേറ്ററി കംപ്ലയൻസ്, ഇതിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. വലിയ കമ്പനീസ് ഇപ്പം യൂണിലിവർ അല്ലെങ്കിൽ നമ്മുടെ ലൊറിയൽ ഇതുപോലുള്ള കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്മെറ്റിക് സയൻസ് മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ലാബൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള കളർ കോസ്മെറ്റിക്സ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് ലാസ്റ്റ് ഞാൻ കോസ്മെറ്റിക് സയൻസ് എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളാണെങ്കിൽ ഇപ്പോൾ പലരും ചിലപ്പോൾ അതൊക്കെ കുറേ കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ എൻജിനീയറിങ്ങും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് പണ്ട് അതായിരുന്നു ഇഷ്ടം, അത് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. അപ്പം അതൊക്കെ ചെറുപ്പത്തിലേ തന്നെ ഡെവലപ്പ് ചെയ്ത് കറക്റ്റ് പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഗ്രറ്റൊന്നും ഇല്ലാതെ ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കോസ്മെറ്റിക്സ് സ്കിൻ കെയർ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതിൻ്റെ കെമിസ്ട്രി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കെമിസ്ട്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്മെറ്റിക് സയൻസ് എടുത്ത് ജോലിക്കൊക്കെ കയറാം. സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് അതുപോലെ അതിൻ്റെ ഷെൽഫ് ലൈഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് മാർക്കറ്റിലേക്ക് ഇറക്കാനും എല്ലാം നിങ്ങൾക്ക് സേഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇത്രയുമൊക്കെ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് സയൻസ് എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ആസ് എ കോസ്മെറ്റിക് സയൻസ് ഗ്രാജുവേറ്റ് കുട്ടികളും അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ഇതിൻ്റെ ഒരു പാഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി. ആൻഡ് ഇനിയുള്ള വീഡിയോസുകളിലെല്ലാം തന്നെ കോസ്മെറ്റിക് സയൻസിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ജോലി സാധ്യതകളെക്കുറിച്ച് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പം വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനും കെമിസ്ട്രിയും സയൻസും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങളെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതൽ വീഡിയോസ് കോസ്മെറ്റിക് സയൻസിനെ കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും നമ്മുടെ ഇന്ത്യയിലുള്ള അവൈലബിലിറ്റീസിനെ കുറിച്ചും പുറത്തുള്ള അവൈലബിലിറ്റീസിനെ കുറിച്ചും ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും.
ആൻഡ് എൻ്റെ എക്സ്പീരിയൻസും കൂടെ ഞാൻ അടുത്ത വീഡിയോസിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ്. ആൻഡ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു. ബൈ.